എറണാകുളം മഹാരാജാസ് കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറിക്ക് കുത്തേറ്റു. നാസർ അബ്ദുൾ റഹ്മാനാണ് കുത്തേറ്റത്. ആക്രമണത്തിന് പിന്നിൽ ഫ്രറ്റേണിറ്റി പ്രവർത്തകരെന്ന് SFI ആരോപിക്കുന്നു. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്യാം, ഗുഡ് മോർണിംഗ്. പറയൂ, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? എപ്പോഴായിരുന്നു ഈ സംഭവം? ഗുഡ് മോർണിംഗ്. ഒട്ടും സുഖകരമല്ലാത്തൊരു വാർത്തയാണ് ഈ പുലർച്ചെ പങ്കുവെക്കാനുള്ളത്. ഇന്നലെ പുലർച്ചെ 1 മണിയോടെയാണ് ഈ സംഭവം കോളേജിൽ ഉണ്ടാകുന്നത്. SFIയുടെ മഹാരാജാസ് കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി ആയ നാസർ അബ്ദുൾ റഹ്മാനാണ് കുത്തേറ്റത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോളേജിൽ SFI ഫ്രട്ടേണിറ്റി പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഫ്രട്ടേണിറ്റിയിലെ ചില വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതിന്റെ ഭാഗമായി ഇന്നലെ ഒരു അധ്യാപകനെ ഫ്രട്ടേണിറ്റി പ്രവർത്തകർ മർദ്ദിക്കുകയും ഈ വിഷയത്തിൽ അധ്യാപകരടക്കം പരാതി കൊടുക്കുകയും SFI വിദ്യാർത്ഥികൾ കോളേജിൽ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത്തരത്തിൽ പരസ്പരം സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് മഹാരാജാസ് കോളേജിൽ നിലനിന്നത്. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി കോളേജിലെ ഹോസ്റ്റൽ താമസക്കാരനായ യൂണിറ്റ് സെക്രട്ടറിക്ക് കുത്തേൽക്കുന്നത്. കാലിനും വയറിന്റെ ഒരു ഭാഗത്തും കൈക്കുമാണ് കുത്തേറ്റത്. ഈ വിദ്യാർത്ഥിയെ ആദ്യം എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ ICUവിൽ നിരീക്ഷണത്തിലാക്കിയിരിക്കുകയായിരുന്നു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അല്പസമയം മുമ്പ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് വിദ്യാർത്ഥിയെ മാറ്റിയിട്ടുണ്ട്. SFI പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് വിദ്യാർത്ഥിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ഏതായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. വിദ്യാർത്ഥികൾ തമ്മിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള തർക്കങ്ങൾ ആയുധങ്ങൾ എടുക്കുകയും അത് ഒരാളെ അപായപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്ത ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഇന്ന് പുലർച്ചെയാണ് ക്യാമ്പസിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. ആ വിദ്യാർത്ഥി ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥിക്ക് ആരോഗ്യസ്ഥിതി നേരെയായ ശേഷം ഈ വിഷയത്തിൽ മൊഴിയെടുക്കുകയും മറ്റ് തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്യുമെന്ന് സെൻട്രൽ പോലീസും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ അപകടകരമായ ഒരു സംഭവമാണ് മഹാരാജാസ് കോളേജിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘർഷങ്ങളുടെ തുടർച്ചയെന്നോണം ഒരു വിദ്യാർത്ഥിക്ക് കുത്തേറ്റിരിക്കുന്നു. ഇന്നലെ ഒരു അധ്യാപകന് മർദ്ദനമേറ്റിരിക്കുന്നു. അങ്ങനെ ഒട്ടും സുഖകരമില്ലാത്ത സംഭവങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാരാജാസ് കോളേജിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ഒരു വിദ്യാർത്ഥിക്ക് കുത്തേൽക്കുന്നത്. അത് ഫ്രട്ടേണിറ്റി പ്രവർത്തകർ ആണ് ചെയ്തതെന്നുള്ളതാണ് SFIയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. ഏതായാലും വിദ്യാർത്ഥി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. വിദ്യാർത്ഥിയുടെ ആരോഗ്യനില അല്പം ഗൗരവമുള്ളതാണ്. വിദ്യാർത്ഥിയെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ടാണ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുന്നത്. സംഘർഷത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും ഒട്ടും സുഖകരമല്ലാത്തൊരു വാർത്ത തന്നെയാണ് മഹാരാജാസ് കോളേജിൽ നിന്ന് ഈ പ്രഭാതത്തിൽ പങ്കുവെക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ, കൊച്ചിയിൽ നിന്നാണ്. എന്തായാലും മഹാരാജാസ് കോളേജിൽ വീണ്ടും ഇന്നലെ രാത്രി സംഘർഷമുണ്ടായി. രാത്രി 1 മണിക്ക് SFI യൂണിറ്റ് സെക്രട്ടറി കുത്തേറ്റു എന്ന വാർത്തയാണ് വരുന്നത്. മാത്രമല്ല, പാതിരാ നേരത്തൊക്കെ തന്നെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടാക്കുന്നത് നമ്മുടെ കോളേജിന് ഭൂഷണമാണോ എന്ന് ഈ അക്രമം നടത്തുന്ന ആളുകൾക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കുറേ കാലത്തിന് ശേഷമാണ്, യഥാർത്ഥത്തിൽ ക്യാമ്പസിൽ രാഷ്ട്രീയം നിരോധിക്കാനുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ ക്യാമ്പസ് അക്രമത്തിൻ്റെ വേദിയാകുന്നത്. മാത്രമല്ല, പഠിക്കാനായി പുസ്തകവുമായി ക്യാമ്പസിൽ പോകുന്ന ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ചേരിതിരിഞ്ഞ് പരസ്പരം കത്തികൾ കയ്യിലെടുക്കുന്ന അല്ലെങ്കിൽ കടാര രാഷ്ട്രീയത്തിലേക്ക് വഴി നീങ്ങുന്നത് ഒട്ടും ആശ്വാസകരമല്ല. വഴിക്കണ്ണുമായി കാത്തിരുന്ന മാതാപിതാക്കൾ എത്ര ടെൻഷനിലായിരിക്കുമെന്ന് പോലും ആലോചിക്കാതെ കുട്ടികൾ അക്രമത്തിലേക്ക് തിരിയുന്നത് എത്ര നിർഭാഗ്യകരമാണ് എന്നുകൂടി ഈ പ്രഭാതത്തിൽ നമ്മൾ ആലോചിച്ചു പോകുന്നു. ശ്യാംകുമാർ, ഒരു കാര്യം കൂടി, ഈ 1 മണിക്ക് രാത്രി 1 മണിക്ക് ഇത്തരം ഒരു കത്തിക്കുത്ത് ഉണ്ടാകാനുള്ള സാഹചര്യം എറണാകുളം മഹാരാജാസ് കോളേജിൽ എന്തായിരുന്നു എന്ന് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞോ? ഇത് ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്കിടയിലാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നുള്ളതാണ്. കാരണം കോളേജിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ ചേരിതിരിഞ്ഞുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് SFI പ്രവർത്തകരും ഫ്രട്ടേണിറ്റി പ്രവർത്തകരും തമ്മിലുണ്ടായതാണ്. ഇതിൽ പരാതികളും പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങളും ഒക്കെ നടത്തിയിരുന്നു. ഫ്രട്ടേണിറ്റിയുടെ ചില വിദ്യാർത്ഥി പ്രവർത്തകരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ആ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്നലെ അറബിക് വിഭാഗത്തിൽ അധ്യാപകനെ മർദ്ദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. കഠാരയുടെ പിടികൊണ്ട് അധ്യാപകന്റെ തലയ്ക്ക് അടിച്ചു എന്നുള്ളതായിരുന്നു പരാതി. അതും കോളേജിനകത്ത് വെച്ച് സംഭവിച്ചതാണ്. ഇതിൽ തുടർന്ന് പ്രിൻസിപ്പലിന് പരാതി നൽകിയിരുന്നു. അധ്യാപകർ പ്രതിഷേധിച്ചിരുന്നു. അത്തരമൊരു സംഭവത്തിന് പിന്നാലെയാണ് വീണ്ടും കോളേജിനുള്ളിൽ ഇതേപോലെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇതും വാക്കുതർക്കത്തിനിടയിൽ കയ്യിൽ സൂക്ഷിച്ചിരുന്ന കത്തി എടുത്തുകൊണ്ട് ഫ്രട്ടേണിറ്റി പ്രവർത്തകർ കുത്തുകയായിരുന്നു എന്നുള്ളതാണ് SFI പ്രവർത്തകരുടെ ആരോപണം. ഏതായാലും ഈ ആരോപണങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഒരു വിദ്യാർത്ഥിക്ക് കത്തിക്കുത്തിൽ പരിക്കേറ്റിരിക്കുന്നു. ആ വിദ്യാർത്ഥിയെ രാത്രി എന്ന് പറയാൻ പറ്റില്ല, പുലർച്ചെ 1:15 കൂടിയിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒട്ടും സുഖകരമല്ലാത്ത ഒരു സംഭവം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ വാക്കുതർക്കങ്ങളുടെ പേരിൽ ആയുധങ്ങൾ എടുക്കുക, പരസ്പരം പരിക്കേൽപ്പിക്കുക, അതും ഒരു വിദ്യാർത്ഥിയുടെ ജീവന് അപകടമാകുന്ന രീതിയിലുള്ള സംഭവമാണ് ഉണ്ടാകുന്നത്.
അതിനുശേഷമാണ് വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആദ്യം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ്, തൊട്ടടുത്തുള്ള ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. പക്ഷേ വയറിനേറ്റ മുറിവ് കുറച്ച് ഗൗരവമുള്ളതാണ് എന്നുള്ളത് ഡോക്ടർമാർ വിലയിരുത്തിയതിനെ തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ, കൂടുതൽ സൗകര്യങ്ങളുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സാ സൗകര്യാർത്ഥം ആ വിദ്യാർത്ഥിയെ മാറ്റുകയും ചെയ്തത്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിയുന്നത്. ആ കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി നിലവിലില്ല. പക്ഷേ അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അത് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് അല്പസമയത്തിനകം ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മഹാരാജാസ് കോളേജിൽ ഇന്ന് പുലർച്ചെയാണ് അപ്രതീക്ഷിതമായി വിദ്യാർത്ഥി സംഘർഷത്തിനൊടുവിൽ ഒരു വിദ്യാർത്ഥി, SFI നേതാവ് കത്തിക്കുത്തിന് ഇരയാകുന്നത്. ആ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിക്കാണ് കത്തിക്കുത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഓക്കെ, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം മഹാരാജാസ് കോളേജ് വീണ്ടും സംഘർഷഭരിതമാകുന്നു എന്ന വാർത്തയാണ് വരുന്നത്. SFI യൂണിറ്റ് സെക്രട്ടറിക്ക് കത്തിക്കുത്തേറ്റു ഇന്നലെ രാത്രി 1 മണിക്ക്. അദ്ദേഹം അപകടനില ആ വിദ്യാർത്ഥി തരണം ചെയ്തിട്ടില്ല എന്നാണ് ശ്യാംകുമാർ, ഞങ്ങളുടെ പ്രതിനിധി, റിപ്പോർട്ട് ചെയ്യുന്നത്. സങ്കടകരം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.